ഉമ്മമ്മ എന്താ വേണ്ടി കഴിക്കാൻ? എനിക്ക് നാടൻ ചോറും വല്ല കൂട്ട. ഉമ്മമാൻ്റെ ഒരു പൂതിയുണ്ട്. അപ്പം അതുണ്ടാക്കാം. നമുക്ക് അത് തക്കാളി സവാളൊക്കെ എടുത്ത് കരിഞ്ഞ് വെക്കാം. ചട്ടിയിൽ കുറച്ച് ഉലുവട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി നന്നാക്കിയത് അതും ഇടുക. എന്നിട്ട് കറിവേപ്പില ഇടുക. എന്നിട്ട് ചെറിയ ഉള്ളി സവാളയും കൂടി അരിഞ്ഞത് ഇടുക. അത് നല്ല വഴറ്റുക. മിക്സാക്കിയതിന് ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇട്ടിട്ട് കുറച്ച് ചീനമുളക് 2-3 ഞാൻ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് തക്കാളി ഇടുക. തക്കാളി നല്ല വഴറ്റണം കേട്ടോ. നല്ല വഴറ്റി ഇത് മിക്സാക്കണം. എന്നിട്ടൊന്ന് കുറച്ച് നേരം 10 മിനിറ്റിന് മൂടി വന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് അധികം ഇടുന്നില്ല, ഉണക്കമീനാണല്ലോ. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് നല്ല വഴറ്റുക. അതിൻ്റെ പച്ചച്ചായ പോണ വരെ വഴറ്റിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ച് നല്ല അങ്ങനെ വഴറ്റി നല്ല തള വന്നാൽ ആ ഉണക്കമാന്തളം എടുത്തിടുക. എന്നിട്ട് അത് നല്ല തള വന്നാൽ മൂടി വെച്ചിട്ട് നല്ല തള വന്നാൽ കുറച്ച് വേപ്പിൻ്റെ തൂക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് റെഡിയായി. ഇനി നമുക്ക് ചേമ്പിൻ തണ്ടും കൊള്ളിയും കൂടി വെക്കാം. ചേമ്പിൻ തണ്ട് നന്നാക്കി കൊള്ളി നന്നാക്കി കഷ്ണാക്കി രണ്ടും നുറുക്കി കഷ്ണാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചേക്കുക. എന്നിട്ടൊരു ചീനമുളക് ഇട്ടിട്ട് വീസിൽ വെക്കുക. എന്നിട്ട് അത് തൂമിക്കാൻ ചെറിയ ഉള്ളിയും ഉണക്കമുളകും ചതച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് അത് നല്ല മൂത്തിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് എന്നിട്ട് അയൽക്കോല മറ്റേ ആക്കി വെച്ച് കുക്കറിൽ വേവിച്ചത് ഇടുക. നല്ല മിക്സാക്കുക. അപ്പോൾ അത് റെഡിയായി. ഇനി കുറച്ച് പപ്പടം പൊരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഉണക്കമുളക്